ഈ കേസ് എന്തുകൊണ്ട്, ഈ പോക്സോ കേസ് എന്തുകൊണ്ട് ഇവർ മൂടി വെക്കുന്നു? അപ്പം ഇതിൻ്റെ പുറകിൽ ആരാണ്? ഇതൊന്ന് തെളിയിക്ക്. ഇത് തെളിയിക്കാത്ത പക്ഷം ഇത് തലയിൽ വെച്ചോണ്ട് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതും ഇങ്ങനെ കൂടി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇതിൻ്റെ ഉത്തരവാദി ഗവൺമെൻറ്റാണ്. എനിക്ക് അത്രത്തോളം എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. ഈ പോക്സോ കേസ് മാത്രം എത്രയും പെട്ടെന്ന് ഇതിന് തറവ് ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് ഇതിനുള്ള ഈ കേസ് കണ്ടുപിടിക്കണം. ഈ പോക്സോ കേസിന്റെ സത്യം കണ്ടുപിടിച്ചാൽ ഞാൻ മറ്റേ കേസിൽ ഒന്നും ചെയ്യില്ല. ഞാൻ അതിനൊപ്പം ഉണ്ടാവും. ഞാൻ അത് പ്രൊസീഡ് തന്നെ ചെയ്യും. പിൻവലിച്ചിട്ടില്ല. പോക്സോ കേസ് ഇത് ശരി തെളിയിക്കട്ടെ. ഇതിന് സത്യാവസ്ഥ തെളിഞ്ഞിട്ട് ഇനി ഞാൻ മുമ്പോട്ടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുക. ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കേസുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ പോക്സോ കേസ് ആ കുട്ടിയെ വിളിച്ച് വേണ്ട, അവളെ ശിക്ഷിക്കണ്ട, അവളെ സമൂഹത്തിന്റെ മുമ്പിൽ മീഡിയയുടെ മുമ്പിൽ പറയട്ടെ ഞാൻ പറഞ്ഞത് കള്ളവാ, എനിക്കത് മതി, അത് മതി. എനിക്കിങ്ങനെ ഒരു ചീത്തപ്പേരും കേട്ടാൽ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് മാനസിക വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. ആ ബാധിയായിട്ടുള്ളത് ഞാനതെല്ലാം പൂങ്കുഴലി മാഡത്തിന് എഴുതി കൊടുക്കുവാണ്. ഞാൻ ഈ കേസെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ആത്മഹത്യയുടെ ഒരു വക്കത്ത് എത്തിച്ചേക്കുവാണ് ഈ പോക്സോ കേസും ഇതും കൂടെ ആകുമ്പോഴത്തേക്കും. കാരണം എനിക്ക് പോലീസും ഗവൺമെൻറ്റും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അവരെന്നോടൊപ്പം ഉണ്ട്, പോലീസുകാർ എന്നോടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കള്ളക്കേസ് അത് സ്റ്റോപ്പ് ചെയ്യണം. അത് എസ്സോണോ സത്യമാണോ ഇല്ലയോ എന്ന് അതും കൂടെ എടുക്കണം. അതെന്തുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു? പോലീസുകാർക്ക് സമയമില്ലെങ്കിൽ വേറൊരു വിങ്ങിനെ ആക്ക്, ക്രൈംബ്രാഞ്ചിനെ ആക്കുക, എന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കുക. ഈ കേസ് സത്യം തെളിയിക്കണം. അതിൻ്റെ അപ്ഡേറ്റ്സും നമ്മൾ ജനങ്ങൾ അറിയണം, അല്ലേ? അങ്ങനെ ആരും വന്ന് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് കള്ളം പറയരുത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണിത്. ഈ കേസ് മൂടി വെക്കും തോറും നമ്മൾ ആ ഒരു കള്ളക്കേസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഇനിയും പെണ്ണുങ്ങൾ വന്ന് മീഡിയയുടെ മുമ്പിൽ ബ്ലറാണല്ലോ, ആരാന്ന് അറിയത്തില്ലല്ലോ. പല ആണുങ്ങളും ഇതിന് ഇരയാകേണ്ടി വരും, പല പെണ്ണുങ്ങളും ഇരയാകേണ്ടി വരും. കൂട്ടിക്കൊടുത്തു എന്നൊക്കെ വന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ എടുക്കണം. നമ്മൾ എന്നെ ഹയർ ഓഫീഷ്യൽസിനോട് എനിക്ക് പറയാനുള്ളതാണ്. ഇങ്ങനെയൊന്നും കള്ളം വന്ന് പറയാനുള്ളൊരു സാഹചര്യം മീഡിയയുടെ മുമ്പിൽ ആദ്യം വരുന്നത്. ആദ്യം നിങ്ങൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇത് സത്യമാണോ ഇല്ലയോ എന്ന്. തെളിവുണ്ടെങ്കിൽ നിങ്ങളിട്ടോ, അത് ഡിസേർവാണ്. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയയിലിട്ട് എല്ലായിടത്തും ഇട്ടോ. പക്ഷേ സത്യമില്ലാതെ ഒരാളെ എങ്ങനെ ഇട്ട് ക്രൂശിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിൻവലിക്കുക. എല്ലാ തെളിവും കൊടുത്തിരുന്നു.